ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് പോപ്കോൺ. പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ 200 ഗ്രാം പോപ്കോൺ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഓയില്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്ര ഐറ്റം മാത്രമേ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്ന് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ കുക്കർ ചെറുതായിട്ട് നമുക്കൊന്ന് തീ കത്തിച്ചിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് ആറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം പുതിയ വീഡിയോസുകൾ കാണാനായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ കുക്കറിലെ വെള്ളമൊക്കെ ഒന്ന് ആറുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ കുക്കറിൽ വെള്ളം ഇങ്ങനെ ചൂടായിട്ട് ആറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നാട്ടിൽ നല്ല മഴയൊക്കെ ഇതൊക്കെ ആക്കിയിട്ട് കുട്ടികൾക്ക് ടൈം പാസ് ചെയ്ത് തിന്നാൻ കൊടുക്കാൻ പറ്റിയ ടൈമാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ മുതൽ മുടക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇതാ കുക്കറിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം കുക്കറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് എന്താക്കാം, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട്. വറ്റിക്കഴിഞ്ഞ് എണ്ണ നമ്മൾ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് എന്താക്കാം, ആവശ്യമായിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ, അപ്പം കുറച്ച് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് എന്താക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഓക്കെ, ഇനി അതിലേക്ക് അതേപോലെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത് 2 ഐറ്റം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം എണ്ണയിലേക്ക്. ഇനി എണ്ണ കുറച്ച് നമുക്ക് ചൂടായി തിളച്ച് വന്നതിന് ശേഷം, കുറച്ച് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് എന്താക്കാം, നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല 200 ഗ്രാം പോപ്കോൺ നമുക്ക് അതിലേക്ക് എന്താക്കാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒറ്റ ചൂടായിക്കോട്ടെ എണ്ണ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മഞ്ഞളും ഉപ്പൊക്കെ ഇതിലേക്ക് സെറ്റായി. ഇനി അതിലേക്ക് നമുക്ക് പോപ്കോൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ 200 ഗ്രാം പോപ്കോൺ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എണ്ണയും മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് ഇതിലേക്ക് സെറ്റാകുന്ന, ഉപ്പൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ പാകത്തിനാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾക്കിത് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങും. അതിലെ പോപ്കോൺ ഇങ്ങനെ ആയി തുടങ്ങും കണ്ടോ. അന്നേരം നമ്മൾ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിൽ അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് തെറിക്കും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ചൂടാവുന്നവരെ. ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓരോന്ന് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് എന്താക്കാം, അധികം വെയിറ്റ് ചെയ്യാതെ അതിൽ കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് അടച്ചു കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് തെറിക്കും. ഓക്കെ, കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്തു. ഇനി അതൊക്കെ അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങുന്നു. സൗണ്ടൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് എന്താക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് നല്ല തുറന്ന് നോക്കാം കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അടിപൊളിയായിട്ട് ഇങ്ങനെ അകത്തുനിന്ന് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല അടപ്പ് തുറന്നു നോക്കാം. നമ്മുടെ പോപ്കോൺ റെഡി. ആകെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പോപ്കോൺ അടിപൊളിയായിട്ട് കുക്കർ ഫുള്ളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാൻ, സിമ്പിൾ. ഇനി നമ്മൾക്ക് ഇതുണ്ടാക്കാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മൾ പോപ്കോണൊക്കെ അടിപൊളിയായിട്ട് പാത്രത്തിലേക്ക് മാറ്റി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ അടിപൊളി വീഡിയോസുകൾ ഇനിയും അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, എന്തൊരു രസം നോക്കിയതാ, അടിപൊളി പോപ്കോൺ റെഡി. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ബൈ.